എസ്തേർ അധ്യായം 4. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. സംഭവിച്ചതെല്ലാം അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി ചാക്കുടുത്തു ചാരം വാരിയിട്ടും കൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് വേദനയോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവൻ രാജാവിൻ്റെ പടിവാതിലിൽ വരെ വന്നു. എന്നാൽ ചാക്കുടുത്തുകൊണ്ട് ആർക്കും രാജാവിൻ്റെ പടിവാതിലിനകത്ത് കടന്നുകൂടായിരുന്നു. രാജാവിൻ്റെ കൽപ്പനയും തീരുമാനവും എത്തിയ ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. പലരും ചാക്കുടുത്ത് ചാരത്തിൽ കിടന്ന എസ്തേരിൻ്റെ ബാല്യക്കാരികളും ഷണ്ഡന്മാരും വന്ന് അത് രാജ്ഞിയെ അറിയിച്ചപ്പോൾ അവൾ അത്യന്തം വ്യസനിച്ചു. മൊർദെഖായിയുടെ ചാക്കുവസ്ത്രം നീക്കിയവനെ ഉടുപ്പിക്കുവാൻ വസ്ത്രം കൊടുത്തയച്ചു. എന്നാൽ അവൻ വാങ്ങിയില്ല. അപ്പോൾ എസ്തേർ തൻ്റെ ശുശ്രൂഷയ്ക്ക് രാജാവ് ആക്കിയിരുന്ന ഷണ്ഡന്മാരിൽ ഒരുവനായ ഹഥാക്കിനെ വിളിച്ചു. അത് എന്തുകൊണ്ടെന്നും അതിൻ്റെ കാരണം എന്തെന്നും അറിയുവാൻ മൊർദെഖായിയുടെ അടുക്കൽ പോയി വരുവാൻ അവന് കൽപ്പന കൊടുത്തു. അങ്ങനെ ഹഥാക്ക് രാജാവിൻ്റെ പടിവാതിലിനു മുമ്പിൽ പട്ടണത്തിൻ്റെ വിശാല സ്ഥലത്ത് മൊർദെഖായിയുടെ അടുക്കൽ ചെന്നു. മൊർദെഖായി തനിക്ക് സംഭവിച്ചതെല്ലാം യഹൂദന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം ഹാമാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത പണക്കാര്യവും അവനോടറിയിച്ചു. അവരെ നശിപ്പിക്കുവാൻ ശൂശനിൽ പരസ്യമാക്കിയിരുന്ന തീർപ്പിൻ്റെ പകർപ്പ് അവൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് എസ്തേരിനെ കാണിച്ചു. വിവരം അറിയിക്കുവാനും അവൾ രാജസന്നിധിയിൽ ചെന്ന് തൻ്റെ ജനത്തിനു വേണ്ടി അപേക്ഷയും അഭയയാചനയും അർപ്പിക്കുവാൻ അവളോട് പറയുവാനും പറഞ്ഞു. ഹഥാക്ക് ചെന്ന് മൊർദെഖായിയുടെ വാക്ക് എസ്തേരിനെ അറിയിച്ചു. എസ്തേർ മൊർദെഖായിയോട് ചെന്ന് പറയുവാൻ ഹഥാക്കിന് കൽപ്പന കൊടുത്തു. ഒരു പുരുഷനും സ്ത്രീയും വിളിക്കപ്പെടാതെ രാജാവിൻ്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നിട്ട് ജീവനോടിരിക്കത്തക്കവണ്ണം രാജാവ് പൊൻചെങ്കോൽ അയാളുടെ നേരെ നീട്ടാതിരുന്നാൽ അയാളെ കൊല്ലണമെന്നൊരു നിയമമുള്ള പ്രകാരം രാജാവിൻ്റെ സകല ഭൃത്യന്മാരും രാജാവിൻ്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു. എന്നാൽ എന്നെ ഈ 3 ദിവസമായി രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. അവൻ എസ്തേരിൻ്റെ വാക്ക് മൊർദെഖായിയെ അറിയിച്ചു. മൊർദെഖായി എസ്തേരിനോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ അന്തപുരത്തിൽ ഇരിക്കയാൽ എല്ലാ യഹൂദരിലും നിന്ന് രക്ഷപ്പെട്ടുകൊള്ളണമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്കറിയാം? അതിനെ എസ്തേർ മൊർദെഖായിയോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെയെല്ലാം ചെയ്തു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.